നമസ്കാരം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന C++ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ തുടർന്ന് വരുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ചാപ്റ്ററുകൾ തുടർന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്, തുടർന്ന് വരുന്ന ചാപ്റ്ററുകളുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്റർ നല്ലപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ മനസ്സിലാവൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഒരു സീരീസ് ഓഫ് ചാപ്റ്റർ, എനിക്കൊന്ന് 4 ചാപ്റ്ററുകളാണ് ഈ വർഷം C++ൻ്റേതായി പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് അടുത്ത വർഷം സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെയും ഉണ്ട്, തുടങ്ങുന്നത് തന്നെ C++ലാണ്. അങ്ങനെ അവിടെ 3 ചാപ്റ്റർ, 4 3 7 ചാപ്റ്ററുകൾ. തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പം മനസ്സിലായി കാണുമല്ലോ. 7 ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യം ചോദിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഈ ചാപ്റ്ററിന്. അപ്പം ഒരു തവണ കണ്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ ശ്രമിക്കുക. വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമുക്ക് കൂടുതൽ പറയുന്നില്ല, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. 4ാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ടൊക്കെ പഠിച്ചിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി ആ അൽഗോരിതം ഫ്ലോ ചാർട്ട് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സഹായത്തോടെ പ്രോഗ്രാമുകളാക്കാൻ പഠിക്കുകയാണ്. അതാണ് നമ്മളിവിടെ C++ലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ബോർഡിലേക്ക് നോക്കിയേ. നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ള ചാപ്റ്ററുകളാണ് 10 ചാപ്റ്ററുകളാണ്, അല്ലേ? ഈ വർഷം പഠിക്കാനുള്ള ചാപ്റ്ററുകൾ 10 ചാപ്റ്ററുകളാണ്. ഈ ചാപ്റ്ററിനകത്ത് എന്താണ്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വരുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്കും കമ്പ്യൂട്ടർ സയൻസുകാർക്കും എല്ലാം പഠിക്കാനുള്ള ചാപ്റ്ററുകളാണ് ഈ ചാപ്റ്ററുകൾ. 4, 5, 6, 7 എന്ന് പറയുന്ന ഈ 4 ചാപ്റ്ററുകൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്ക് മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസുകാർക്കും പഠിക്കാനുള്ള ചാപ്റ്ററുകൾ തന്നെയാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. കുറച്ച് സമയമെടുത്തായിരിക്കും പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. വലിയ പാടൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു വട്ടം വീഡിയോ കൊണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും മനസ്സിലാവും. എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. നമ്മളൊരു ലാംഗ്വേജ് C++ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. C++ എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. C++ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നിങ്ങളിനി C++ ഒക്കെ പഠിച്ചു കഴിയുമ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് C++, അപ്പം ഒരു C++ എന്താണെന്ന് വളരെ ലളിതമായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ വളരെ ലളിതമായ ഒരു ഉത്തരം നൽകണം. എന്താണ് പറയുന്നത്? C++ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത്രയും പറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് അടുത്തൊരു ചോദ്യം ഉണ്ടാവും, അല്ലേ? C++ എന്താണ് എന്ന് ചോദിക്കുമ്പം നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം അടുത്തൊരു ചോദ്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഉത്തരം നൽകണം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രോഗ്രാമുകൾ എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ് എന്ത് പറയുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? പ്രോഗ്രാമുകൾ എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ് എന്ത് പറയുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തൊരു സംശയം ഉണ്ടാവും, എന്താണ് പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയാണ് ഈ ലാംഗ്വേജ്? വല്ല നാടകമോ സിനിമയോ അങ്ങനെ വല്ല പ്രോഗ്രാമുകൾ എഴുതാൻ വേണ്ടിയാണോ? അങ്ങനെ അതിന് വേണ്ടിയല്ലോ പ്രത്യേക ലാംഗ്വേജ് ഉണ്ടോ നാടകം എഴുതാൻ വേണ്ടി? അങ്ങനെ എന്ത് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാം എന്ന്. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടണം. ആ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കിട്ടണമെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ വേണം കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. അങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാം. അങ്ങനത്തെ പ്രോഗ്രാമുകൾ നമുക്ക് മലയാളത്തിലൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല, നമ്മുടെ ലാംഗ്വേജിലൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ വേണം. അപ്പോൾ കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകണമെങ്കിൽ കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ എന്ത് ലാംഗ്വേജിൽ എഴുതി കൊടുത്തെങ്കിലേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാക്കാൻ പറ്റൂ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എഴുതി. അപ്പോൾ C++ അതിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. നിരവധി ലാംഗ്വേജുകളില്ലേ? ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ നിരവധി ലാംഗ്വേജുകളില്ലേ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്, അല്ലേ? അതേ ജോലി തന്നെയാണ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിലും. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും എന്ത് ജോലിയാണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതിൻ്റേതായ സ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പം ഹിന്ദി എഴുതുന്ന പോലെ അല്ലല്ലോ ഇംഗ്ലീഷ് എഴുതുന്നത്. പക്ഷേ കാര്യങ്ങൾ നമുക്ക് ഒരാളോടൊരു കാര്യം അറിയിക്കണമെങ്കിൽ
നമുക്ക് ഹിന്ദിയിൽ എഴുതി വെക്കാം, മലയാളത്തിൽ എഴുതി വെക്കാം, ഇംഗ്ലീഷിൽ എഴുതി വെക്കാം. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. കാര്യം അതിനകത്തുള്ള കണ്ടൻറ് എന്തായിരിക്കും സെയിം തന്നെ, വായിച്ചു കഴിയുമ്പോൾ പറഞ്ഞ അർത്ഥം എന്തായിരിക്കും സെയിം തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. അതിനകത്ത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് C++ എന്ന് പറയുന്നത്. C++ എന്ന് പറയുന്നത് എന്താണ്? നിരവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇപ്പോൾ എന്താണ് C++ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു വ്യക്തമായ ഉത്തരം കിട്ടിയില്ലേ? എന്താണ് C++ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം C++ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പ്രോഗ്രാമുകൾ എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് C++. എന്താണ് പ്രോഗ്രാം? കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടർ സെറ്റ് അല്ലേ, ബോർഡിലേക്ക് നോക്കൂ. നമ്മൾ C++ എന്താണ്, C++ പഠിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പം അത് C++ൻ്റെ കേസ് മാത്രമല്ല, ഏതൊരു ലാംഗ്വേജ് നിങ്ങളൊന്ന് മദർ ടങ് ഒഴികെ നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചതും എങ്ങനെയാണ്, അതായത് നമ്മുടെ മാതൃഭാഷ ഒഴികെ നമ്മൾ എന്ത് ലാംഗ്വേജ്, ഇപ്പം ഹിന്ദി പഠിച്ചത് എങ്ങനെയാണ്, ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ ആദ്യം അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. ആ ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഹിന്ദി അക്ഷരമാലയിലെ അക്ഷരങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ഏതൊരു ലാംഗ്വേജ്, അറബായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അറ്റ് ദ ബിഗിനിങ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? അതിനകത്തുള്ള അക്ഷരങ്ങളാണ് അല്ലേ, അതിനകത്തുള്ള അക്ഷരങ്ങളാണ് എന്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പം ഒരു ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അക്ഷരങ്ങൾ, നമുക്കൊരു ലാംഗ്വേജിൽ അക്ഷരങ്ങൾ മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്. നിങ്ങളൊരു സെൻറ്റൻസ് എടുത്ത് നോക്കിയേ, നിങ്ങളൊരു വാക്യം എടുത്ത് നോക്കിയേ, നിങ്ങളൊരു പാരഗ്രാഫ് എടുത്ത് നോക്കിയേ, നിങ്ങളൊരു എസ്സേ എടുത്ത് നോക്കിയേ, അതിനകത്ത് അക്ഷരങ്ങൾ മാത്രമാണോ? ചിഹ്നങ്ങളില്ലേ, കുത്തില്ലേ, കോമയില്ലേ, 1 2 3 എന്ന് നമ്പേഴ്സ് ഇട്ടേക്കുന്ന കണ്ടിട്ടില്ലേ? പല ഭാഗങ്ങളിൽ 1 2 3 എന്ന് നമ്പേഴ്സ് ഹൈഫൺ ഇട്ടേക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ നിരവധി ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പം നിരവധി ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അക്ഷരങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ അക്കങ്ങൾ അല്ലെങ്കിൽ നമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ കൂട്ടുന്നതാണ് ഒരു ലാംഗ്വേജിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ലാംഗ്വേജിനകത്ത് ഉപയോഗിക്കുന്ന എന്തൊക്കെ ചിഹ്നങ്ങളുണ്ടോ, എന്തൊക്കെ അക്ഷരങ്ങളുണ്ടോ, എന്തൊക്കെ അക്കങ്ങളുണ്ടോ, എന്തൊക്കെ ചിഹ്നങ്ങളുണ്ടോ, അവയെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയും ആ ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അക്ഷരങ്ങൾ മാത്രമല്ല, ഒരു ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വാലിഡ് ആയിട്ടുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാലിഡ് ആയിട്ടുള്ള അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ചിഹ്നങ്ങളുടെയും കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം മലയാളം ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ഇപ്പം ആ അല്ലേ, ഇങ്ങനെയുള്ള അക്ഷരങ്ങളെല്ലാം അവിടെ ചേരും. അതേപോലെ തന്നെ മലയാളം ലാംഗ്വേജിനകത്ത് നമ്മൾ 1 2 3 4 എഴുതാറുണ്ട്. മലയാളം ലാംഗ്വേജിനകത്ത് കുത്ത്, കോമ, സെമിക്കോളൻ, ഹൈഫൻ, ക്വസ്റ്റ്യൻ മാർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി സാധനങ്ങൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? മലയാളം ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിരവധി ചിഹ്നങ്ങൾ ചേരുന്നതാണ് അതേപോലെ ഹിന്ദി ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ് എടുത്ത് നോക്കിയേ, കാ അല്ലേ. അപ്പം അങ്ങനെയുള്ള നിരവധി ഇങ്ങനെയുള്ള ഒരുപാട് അക്ഷരങ്ങൾ കാണും അതിനകത്ത്. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ ചേരുന്നതാണ്, ഇങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ ചേരുന്നതാണ് ഇത് ഹിന്ദി ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ്. അങ്ങനെ ഓരോ ലാംഗ്വേജുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും, അതാണ് പറഞ്ഞത് വാലിഡ് ആയിട്ടുള്ള അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ. വാലിഡ് ആയിട്ടുള്ള അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിഹ്നങ്ങളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? ആ കൂട്ടത്തെയാണെന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. വാലിഡ് ആയിട്ടുള്ള അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിഹ്നങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. നോക്കി എഴുതിയിരിക്കുന്നത് ദ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ എ ലാംഗ്വേജ് വിച്ച് ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ആ ലാംഗ്വേജ് എഴുതുന്നത്. മനസ്സിലാവുന്നതോ? അതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ്, അതിനെല്ലാം കൂടെ ആ ഒരു കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കളക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്യാരക്ടർ സെറ്റ്. നമുക്ക് C++ൻ്റെ ക്യാരക്ടർ സെറ്റ് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ ചിഹ്നങ്ങളും അക്കങ്ങളും അക്ഷരങ്ങളും യൂസ് ചെയ്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്യാരക്ടർ സെറ്റാണ് C++ൻ്റെ ക്യാരക്ടർ സെറ്റ്. അതുകൊണ്ട് നമുക്ക് ഇനി അക്ഷരങ്ങൾ എഴുതാനൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ലെറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി നോക്കിയാൽ, ലെറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി നോക്കിയാൽ, ലെറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ലെറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് എന്താണ്? ABCDEFGH അല്ലേ. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള അതേ അക്ഷരങ്ങൾ അല്ലെ, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള അതേ അക്ഷരങ്ങൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്? അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട് അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ മാത്രമല്ല, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റുകൾ എന്താണ്? 0 to 9 അത്രയും മതി. ആ സംഖ്യകൾ ഉപയോഗിച്ചാണല്ലോ നമ്മൾ എത്ര വലിയ സംഖ്യ വേണമെങ്കിലും ഉണ്ടാക്കുന്ന. ബേസിക് ഡിജിറ്റുകൾ എന്ന് വെച്ചാൽ 0 to 9 ആണ് അല്ലേ. 0 to 9 സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വലിയ സംഖ്യകൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിജിറ്റുകൾ എന്ന് പറയുന്നത് 0 to 9 ആണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്മൾ കീബോർഡ് നോക്കാമെങ്കിൽ ആ കീബോർഡിൻ്റെ മുകളിൽ കുറേ ചിഹ്നങ്ങൾ കാണും അല്ലേ. ആ ചിഹ്നങ്ങളെല്ലാം ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വൈറ്റ് സ്പേസ്. എന്താണ് ഈ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്? വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു
നിങ്ങളൊരു സെൻറ്റൻസ് എടുത്ത് നോക്കുക, ഏതൊരു ലാംഗ്വേജിൻ്റെ സെൻറ്റൻസ് നോക്കുക, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, ഏതൊരു ലാംഗ്വേജിൻ്റെ സെൻറ്റൻസ് കൂട്ടി ചേർത്താണ്, വാക്കുകൾ ഇങ്ങനെ കൂട്ടി ചേർത്താണ്. ഇതിപ്പോൾ നാട്ടി മുകളിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് നോക്കിയേ, ദ ക്യാരക്ടർ സെറ്റ് ഓഫ് C++, അല്ലേ, ഇത് ക്യാരക്ടർ സെറ്റ് ഓഫ് C++ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ദ ക്യാരക്ടർ സെറ്റ് ഓഫ് C++, അതിൻ്റെ ഇടയിലെല്ലാം കൃത്യമായ അകലമുണ്ട്. ഒരു വാക്കുകളുടെ ഇടയിൽ കൃത്യമായ അകലം കൊടുക്കുന്നുണ്ട്, അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെൻറ്റൻസ് എഴുതുമ്പം ഈ അകലമില്ലാതെ എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയാൽ ചേർത്ത് എഴുതി വെച്ചിരിക്കുന്ന വല്ലതും മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ നമുക്ക് കൃത്യമായ സ്പേസുകൾ കൊടുക്കാറുണ്ട്, അല്ലേ. വാക്കുകളുടെ ഇടയിൽ മാത്രമല്ല, പാരഗ്രാഫുകളുടെ ഇടയിൽ കൊടുക്കാറുണ്ട്. ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ചുകൂടെ നീക്കിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പേസുകളും നമുക്ക് എവിടെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്, C++ ലാംഗ്വേജിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റു കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് 256 ASCII അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ഒരു സ്ഥാപനമാണല്ലേ, അവർ അംഗീകരിച്ചിട്ടുള്ള മറ്റ് 256 ചിഹ്നങ്ങളും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ സെറ്റിനകത്തുള്ള, എന്തിൻ്റെ ക്യാരക്ടർ സെറ്റിനകത്തുള്ള, C++ൻ്റെ ക്യാരക്ടർ സെറ്റിനകത്തുള്ള. അപ്പോൾ C++ൻ്റെ ക്യാരക്ടർ സെറ്റിനകത്തുള്ള എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും, ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിംബൽസ്, വൈറ്റ് സ്പേസ് ആൻഡ് അതർ ക്യാരക്ടേഴ്സ്. ഓക്കെ ആണല്ലോ. ഒരു അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ടൊരു ലാംഗ്വേജിൽ പഠിക്കുന്നത് എന്താണ്, വാക്കുകളാണ്, അല്ലേ. അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ടൊരു ലാംഗ്വേജിൽ പഠിക്കുന്നത് വാക്കുകളാണ്, അല്ലേ. അക്ഷരങ്ങൾ പഠിച്ചാൽ ആ അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കാനല്ലേ പഠിക്കുന്നത്. അതേപോലെ തന്നെ C++ൽ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു, അല്ലേ. C++ൻ്റെ അക്ഷരങ്ങളായിരുന്നല്ലോ ഈ കാണുന്ന അക്ഷരങ്ങളൊക്കെ ആണല്ലോ C++ൻ്റെ അക്ഷരങ്ങൾ, അല്ലെ. C++ൻ്റെ അക്ഷരമാലയിലുള്ള സാധനങ്ങളാണിത്. C++ൻ്റെ ക്യാരക്ടർ സെറ്റാണിത്. ഇതുപയോഗിച്ച് നമുക്കിനി എന്ത് ചെയ്യാം, വാക്കുകൾ നിർമ്മിക്കാം, അല്ലേ. അപ്പോൾ വാക്കുകളെ നമ്മൾ യഥാർത്ഥത്തിൽ C++ൽ വേർഡ്സ് എന്ന് പറയുന്ന ആ പേരിലല്ല അറിയപ്പെടുന്നത്, ഇവിടെ അറിയപ്പെടുന്നത് ടോക്കൺ എന്ന് പറയുന്ന പേരിലാണ്. അപ്പം C++ൽ വാക്കുകളെ അറിയപ്പെടുന്ന പേരെന്താണ്, ടോക്കൺ എന്നാണ്. ഓക്കെ ആണല്ലോ. C++ൽ വാക്കുകളെ അറിയപ്പെടുന്ന പേരെന്താണ്, ടോക്കൺ എന്ന് പറയുന്ന നാമത്തിലാണ്, ടോക്കൺ എന്ന് പറയുന്ന പേരിലാണ് C++ൽ നമ്മൾ വാക്കുകളെ അറിയപ്പെടുന്നത്. അത്രയും സിമ്പിളാണ്. അപ്പോൾ ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ പ്രോഗ്രാം. ദേ ആർ ഓൾസോ നോൺ ആസ് ലെക്സിക്കൽ യൂണിറ്റ്. അപ്പം ഇവയെ നമ്മൾ ലെക്സിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക്, അടിസ്ഥാന ശിലകളാണ്. അതായത് എന്തിൻ്റെ, ഒരു പ്രോഗ്രാം നിർമ്മിക്കണമെങ്കിൽ പ്രോഗ്രാം എന്താണ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ വാക്കുകൾ നിരത്തി അടുക്കി ഒരു പ്രത്യേക ഓർഡറിൽ അടുക്കി വെക്കുമ്പോൾ, ഈ ടോക്കണുകൾ പ്രത്യേക ഓർഡറിൽ അടുക്കി വെച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഒരു പ്രോഗ്രാം നിർമ്മിക്കുന്നത്, അല്ലേ. അതാണ് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പം അതിനകത്ത് ഇഷ്ടികകളുണ്ടല്ലോ, ആ ഇഷ്ടികകൾ കൂട്ടിച്ചേർന്ന് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു കെട്ടിടമായി മാറുമ്പോഴും അതിനകത്തിരിക്കുന്ന എന്താണ്, ഓരോ ഇഷ്ടികകളാണ്, അടുക്കി വെച്ചാണ്. അതേപോലെ തന്നെ ഈ ടോക്കണുകൾ അറേഞ്ച് ചെയ്താണ്, അല്ലെ, ടോക്കണുകൾ ചേർത്ത് വെച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നത്. ടോക്കൺ എന്താണ്, വാക്കിന് സിമിലറാണ്, അല്ലേ. അതായത് നമ്മുടെ വേർഡ് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതിന് സിമിലറായിട്ട് C++ൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ടോക്കൺ എന്ന് പറയുന്ന വാക്ക്, അല്ലേ. ടോക്കൺ ആർ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന ശിലകളാണ്, അല്ലേ. ദേ ആർ ഓൾസോ നോൺ ആസ്, ഇവയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ലെക്സിക്കൽ യൂണിറ്റുകൾ. അപ്പോൾ ടോക്കണിൻ്റെ മറ്റൊരു പേരെന്താണ്, ലെക്സിക്കൽ യൂണിറ്റ്. ഓക്കെ. C++ൽ പ്രധാനമായിട്ട് 5 ടൈപ്പ് ടോക്കണുകളാണ്, 5 ടൈപ്സ് ഓഫ് ടോക്കൺ. C++ൽ എത്ര ടൈപ്പ് ടോക്കണുകളുണ്ട്, 5 ടൈപ്പ് ടോക്കണുകളുണ്ട്. അപ്പോൾ C++ലെ 5 ടൈപ്പ് ടോക്കണുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടോക്കൺ എങ്ങനെയാണ് തരംതിരിക്കുന്നത്, വാക്കുകളെ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്ന് എടുത്ത് നോക്കിയേ, ഒരു സെൻറ്റൻസ് എടുത്ത് നോക്കാമെങ്കിൽ അതിനകത്ത് വെർബ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവും, അതിനകത്ത് നൗൺ എന്ന് പറയുന്ന വാക്കുണ്ടാവാം, അതിനകത്ത് പ്രോനൗൺ എന്ന് പറയുന്ന വാക്കുണ്ടാവാം, അതിനകത്ത് ആഡ് വെർബ് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ എല്ലാം വാക്കുകൾ തന്നെയാണ്, അല്ലേ. എല്ലാം അതിനകത്ത് നൗണായാലും വെർബായാലും എല്ലാം ഒരു വേർഡായിരിക്കും, എല്ലാം ഒരു വാക്കുകളായിരിക്കും. പക്ഷേ ആ വാക്കുകളെ നമ്മൾ ഗ്രാമാറ്റിക്കലി ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അല്ലേ. വെർബെന്നും നൗണെന്നും പ്രോനൗണെന്നും ആഡ് വെർബെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ, അത് മലയാളത്തിലുണ്ട്, അല്ലേ. നാമവും ക്രിയയും, അല്ലേ. അങ്ങനെ പല രീതിയിൽ മലയാളം. അപ്പോൾ ഏത് ലാംഗ്വേജിലായാലും ഓരോ വാക്കുകളെയും അതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറില്ലേ. അതേപോലെയൊക്കെ തന്നെ ഒരു ക്ലാസിഫിക്കൽ ഗ്രാമാറ്റിക്കലിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമില്ല, ഇവിടെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, വാക്കുകളെ ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടോക്കണുകളെ നമ്മൾ C++ൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ? 5 എണ്ണം. ഒന്നാമത്തിൻ്റെ പേര് കീവേഡ്സ്, രണ്ടാമത്തിൻ്റെ പേര് ഐഡൻറ്റിഫയേഴ്സ്, മൂന്നാമത്തത് ലിറ്ററൽസ്, നാലാമത്തത് പഞ്ച്വേറ്റേഴ്സ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റേഴ്സ്. ലാസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് എന്ന് പറയുന്നത് എന്താണ്? കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഓക്കെ ആണല്ലോ, എല്ലാവരും ഓക്കെ ആണല്ലോ. നമുക്കിനി ഈ ചാപ്റ്ററിനകത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു 5 വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്ത് ചെയ്യുന്നത്.
അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഞാൻ വീണ്ടും പറയുന്നു. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് തന്നെ ഇരുന്ന് പഠിക്കുക, നോട്ടുകൾ തയ്യാറാക്കുക. ഈ സ്ക്രീനിൽ കാണുന്നതിന് നോട്ടായിട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ C++ പഠിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലാണോ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്, ആ ലാംഗ്വേജിൽ ലെക്ചർ നോട്ടുകൾ തയ്യാറാക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ ആദ്യം C++ എന്താണെന്ന് കുറച്ച് ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ C++ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ടുകളായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോക്കൺസ് വരെയാണ് നമ്മൾ പറയുന്നത്. ഈ ചാപ്റ്റർ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ടോക്കൺസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് വരെ 5 എണ്ണം ഉണ്ടെന്ന് വരെ പറഞ്ഞു നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി 1-2 ക്ലാസ്സും കൂടെ വേണ്ടി വരും നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാൻ. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ക്ലാസ്സുകൾക്കിടയ്ക്ക് ഒരു ഡിലേ വന്നു, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിട്ടാണ് ഡിലേ വന്നത്. അപ്പോൾ തുടർന്ന് ഇനി നമുക്ക് ഡിലേ വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം മാക്സിമം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.